Hii Sundaresss, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും Asvi Malayalamത്തിലേക്ക് സ്വാഗതം. എനിക്കറിയാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഞാൻ മാറ്റണ്ടാന്ന് വിചാരിച്ചു. ഒരു ചേഞ്ച് അല്ല, ഈ ബാഗ്സ് കുറച്ചുകൂടി നീളം വെച്ചതിന് ശേഷം ഇങ്ങനെ ഇട്ടിട്ട് വീഡിയോ ചെയ്താൽ മതി എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തവണത്തേക്ക് ഒന്ന് സഹിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കടേക്കാട്ടിന് മുന്നേ നമുക്ക് അപ്ഡേറ്റ്സ് പറയാം. ഇത് ഷെയിൻ എന്നുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ്, അതേപോലെ തന്നെ ജീൻസും ഷെയിൻ എന്നുള്ളതാണ്. ഡെനിം ജാക്കറ്റ് ആമസോണിൽ നിന്നാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് എനിക്ക് തോന്നുന്നു ലാക്മേയുടെ പ്ലം ഫെദർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോണത് കുറച്ച് പ്രോഡക്ട്സിനെ കുറിച്ചിട്ടാണ്. ഞാനിത് പല വീഡിയോസിലും അപ്രൂപ്രൂവായിട്ടൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും ഇതെനിക്ക് എടുത്തു പറയണമെന്ന് തോന്നി. കാരണം ഇത് എല്ലാം എൻ്റെ ഫേവറേറ്റ് പ്രോഡക്ട്സ് ആണ്. ഇത് എല്ലാം എനിക്ക് അസലായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പോൾ എൻ്റെ സെയിം സ്കിൻ ടോൺ ആണ് നിങ്ങൾ, എൻ്റെ സെയിം സ്കിൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഭയങ്കര ഒരു അഫോർഡബിൾ സൈഡിലൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു വർത്താണ്. നമ്മൾ ഭയങ്കര വില കുറഞ്ഞിട്ട് പൊട്ട സാധനം മേടിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ കാശ് കൂട്ടി വെച്ചിട്ട് ഒരു സംഗതി ഞങ്ങൾ അടിപൊളി വില കൊടുത്ത് മേടിച്ചാൽ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അത് നല്ല കാര്യമല്ല. എനിക്ക് 100% വർക്ക്ഔട്ട് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് സ്കിൻ കെയറിന്ന് തുടങ്ങാം അല്ലേ. അപ്പോൾ എന്തായാലും മിക്സ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കഴിവതും ഞാൻ കുറച്ചൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് പോവാം. സ്കിൻ കെയറിൽ എനിക്ക് മസ്റ്റായിട്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫേസ് മിസ്റ്റ് അല്ലെങ്കിൽ ടോണർ എന്ന് പറയുന്നത്. അത് ബ്രാൻഡ് ഞാൻ മാറ്റി ഉപയോഗിക്കും. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ഇങ്ങനത്തെ ടോണേഴ്സ് ആണ്. കുക്കുംബർ ടോണർ ഉണ്ട്, റോസ് ടോണർ ഉണ്ട്, അങ്ങനെ പല വെറൈറ്റി ടോണേഴ്സ് ഉണ്ട്. പിന്നെ സ്ട്രോബെറി ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ഇങ്ങനെ ഭയങ്കര ചൂടെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാവിലെ എനിക്ക് ഉടനെ നമ്മൾ പല്ലൊക്കെ തേച്ചിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തില്ലെങ്കിലും മിക്കവാറും ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മറന്നു. അപ്പം ഇതങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഉണർവാണ്. അപ്പോൾ എനിക്ക് ഫേസ് മിസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഈ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ വെറൈറ്റീസ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എസ്പെഷ്യലി റോസ് ടോണറൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഫേസ് മിസ്റ്റ് അല്ലെങ്കിൽ ഫേസ് ടോണർ ഒന്നും യൂസ് ചെയ്യാത്തവർ ഞാൻ പറയുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. അടുത്തത് മോയ്സ്ചറൈസർ ഞാൻ ഏറെ കാലങ്ങളായിട്ട് ന്യൂട്രിഡേമിന് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളതാണ്. ഒരു തവണ അവരെനിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്ത് തന്നതാണ് കേട്ടോ. പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ ഇത് 2-3 തവണ ഞാനായിട്ട് തന്നെ മേടിച്ചിട്ടുണ്ട്. എൻ്റെ സ്കിന്നിന് നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് സൂപ്പറാണ് കേട്ടോ. നോർമൽ ടു ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇത് ഒരു ഷുവർ ഷോട്ടാണ്. പക്ഷെ ഓയിലി സ്കിന്നുള്ളവർക്ക് എനിക്കത് ഉറപ്പ് പറയാനേ പറ്റില്ല. അത് ഒന്നും പറയാൻ പറ്റില്ല. മിക്കതും വർക്കൗട്ട് ആവാണ്ടിരിക്കാനാണ് ചാൻസ്. ചിലപ്പോൾ വർക്കൗട്ട് ആവാം. അങ്ങനെ ഇതിൽ വിറ്റമിൻ ഇ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. എന്തായാലും ഇത് നല്ലോണം നമ്മുടെ സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് സപ്പിളായിട്ട് വെക്കും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഒട്ടും ഓയിലി ഒന്നും ആക്കില്ല. അപ്പോൾ ആ രീതിയിൽ ഇത് അടിപൊളിയാണ്. ഇതിന് എനിക്ക് തോന്നുന്നു ഇത്തിരി ഒരു പ്രൈസി സൈഡാണ്. ഒരു 800 രൂപയൊക്കെ ഉണ്ട്. ആമസോണിൽ ഡിസ്കൗണ്ട് ഒന്നും ഞാൻ അങ്ങനെ കാണാറില്ല. പക്ഷേ ഇത് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. എപ്പോഴെങ്കിലും ഒരു തവണ ഒന്ന് ഡ്രൈ സ്കിന്നുകാർ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് സൺസ്ക്രീൻ കേട്ടോ. സൺസ്ക്രീൻ കുറേ കാലങ്ങളായിട്ട് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ലോട്ടസ് ആയിരുന്നു. ലോട്ടസിൻ്റെ ആ ജെൽ സൺസ്ക്രീൻ ഇല്ലേ, അതന്നെയാണ് കേട്ടോ എൻ്റെ ഇപ്പോഴും ഫേവറേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ കുറേ പാരബിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലതല്ല എന്ന് കുറേ പേര് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സൺസ്ക്രീനിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അതാണ് മമ്മാർത്തിൻ്റെ അൾട്രാ ലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ലോട്ടസിൻ്റെ സൺസ്ക്രീൻ പോലെ നമ്മുടെ സ്കിന്നിന് അത്രയ്ക്ക് അങ്ങോട്ടൊരു മാറ്റ് ഫിനിഷ് തരില്ല. പക്ഷെ എന്നാലും തെറ്റില്ല. മറ്റ് സൺസ്ക്രീൻസ് പോലെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഓയിലി ആക്കുക, അതല്ലെങ്കിൽ ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, ഒരു വെള്ള ഒരു പാട് പോലെ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടും ഒക്കെ ഉണ്ടാവും. അങ്ങനെ വരുത്തിക്കില്ല. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്കിന്നിൻ്റെ അകത്തേക്ക് നന്നായിട്ട് സിങ്ക് ഇൻ ആയിട്ട് പോയിക്കോളും. ഞാൻ പെട്ടെന്ന് എൻ്റെ മൈക്ക് എവിടെയെന്ന് ആലോചിച്ചു. സാധാരണ എൻ്റെ മടിയിലല്ലേ വെക്കാറില്ല. ഇത്ര ഞാൻ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ തലയിൽ ഈ എൻ്റെ മൈക്ക് എവിടെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഫുള്ള് ഷൂട്ട് ചെയ്തു. എഡിറ്റ് ചെയ്യാനായിട്ട് ലാപ്ടോപ്പിൽ ഇട്ടപ്പോഴാണ് മനസ്സിലായത് മൈക്ക് ദൂരെയായിരുന്നു. ആൻഡ് വോളിയം ഒന്നുമില്ല. വായ ഇങ്ങനെ അനക്കണത് മാത്രമേ ഉള്ളൂ. എനിക്ക് വന്ന സങ്കടത്തിൽ ഞാൻ ശരിക്കും കരഞ്ഞുപോയി. അതിനുശേഷം എനിക്കൊരു ഞെട്ടലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ, മൈക്കില്ലേ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇതൊരു നല്ല സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് ഒരു ഹെയർ കെയറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 എണ്ണമാണ്. ഒന്ന് പാൻറ്റീൻ്റെ ഈ ഓപ്പൺ മിറാക്കിൾ, ഇത് ഓയിൽ റീപ്ലേസ്മെൻ്റ് ആണ്. ഇത് ആക്ച്വലി ഒരു ക്രീമി ടെക്സ്ചറാണ്. ലീവ് ഇൻ കണ്ടീഷണർ എന്നാണ് ഇതിനെ പറയാം. എനിക്ക് തോന്നുന്നു എല്ലാവരുടെ കയ്യിലും സിറം അല്ലെങ്കിൽ ഒരു ലീവ് ഇൻ കണ്ടീഷണർ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈവൻ ചിലർക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ഹെയർ
കെയർ തന്നെയായിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ മുടി ഡ്രൈ ആവുകയാണെങ്കിൽ ഇത് നല്ലതാണ്. ഇനി ഡ്രൈ അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ മുടി സംരക്ഷിക്കാനായിട്ട് ഇത് നല്ലതായിരിക്കും. പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ മുടി വെയിലൊക്കെ തട്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹാം ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ രീതിയിൽ നോക്കുമ്പോൾ കുളി കഴിഞ്ഞ ഉടനെ ഇത് കുറച്ച് മാത്രം ഒന്ന് എടുത്തിട്ട് മുടിയിൽ മാത്രം, സ്കാൽപ്പിലൊന്നും പാടില്ല, ജസ്റ്റ് മുടിയിൽ മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഹെയർ സിറം കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിലും മതി. ഞാൻ പക്ഷേ ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കാറുണ്ടെന്ന് മാത്രം. സിറം ഞാൻ ഒരുപാട് എണ്ണം കാണിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ ഒന്ന് ലോറിയലാണ്. ഇത് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാനും കിട്ടും. അടുത്തത് സ്കിൻ കെയറിൽ വരുന്നതല്ല, പക്ഷെ എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് മേക്കപ്പ് റിമൂവറാണ്. ഈവൻ ഇഫ് നമ്മൾ മേക്കപ്പ് ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഒരുപാട് പേര് കണ്ണെഴുതും. എനിക്ക് തോന്നുന്നു കണ്ണിലത്തെ മഷി വെളിച്ചെണ്ണ കൊണ്ട് കളഞ്ഞാലും മതി. അതല്ലെങ്കിൽ ഈ ഒരു മേക്കപ്പ് റിമൂവർ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. ഇങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സ്റ്റബേൺ ലിപ്സ്റ്റിക്സ് ഒക്കെ ഉണ്ടാവില്ലേ, ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ കളയാനായിട്ട് എനിക്ക് തോന്നുന്നു മേക്കപ്പ് റിമൂവർ നല്ലതാണ്. എനിക്കെപ്പോഴും വർക്കൗട്ട് ആയിട്ടുള്ളത് ഗാർണിയർ മിസലർ ക്ലെൻസിങ് വാട്ടർ ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു 175 രൂപയാണ്. അപ്പോൾ ഇനി മേക്കപ്പ് പ്രോഡക്ട്സ് കേട്ടോ. മേക്കപ്പ് പ്രോഡക്ട്സ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരെണ്ണം പറ്റിയത് കിട്ടിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി ബേസ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതെനിക്ക് പറ്റിയത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാറ്റാറില്ല. കാരണം എനിക്ക് വളരെ റെയർ ആയിട്ട് അങ്ങനെ എനിക്ക് പറ്റിയത് കിട്ടാറുള്ളൂ. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ലാക്മി 95 വെയ്റ്റ്ലെസ് മൂസ് ഫൗണ്ടേഷൻ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് കാരമൽ ആണ് കേട്ടോ. ഇതെനിക്ക് എല്ലാം കൂടി പെർഫെക്റ്റ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് ആണെങ്കിലും ശരി, അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, മൂസി കൺസിസ്റ്റൻസിയാണ്. ഒരു പിരിപിരാന്നുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണത്. പിരിപിരാന്നുള്ളതും സോഫ്റ്റ് ഒരുമിച്ച് പോവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിച്ചത് കണ്ടോ, കാണാൻ കുറച്ച് പിരിപിരാന്നാണ്, പക്ഷെ അത് കണ്ടോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകും. അപ്പോൾ ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു പ്രൈമർ വേണ്ട. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി കോമ്പാക്ട് പൗഡർ പോലും ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അത് മാത്രമല്ല നമുക്ക് കൈ വെച്ചിട്ട് ഈസിലി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡെയിലി യൂസിന് പെർഫെക്റ്റ് ആണ്. ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ, ഞാൻ ഡെയിലി ഒന്നും യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇങ്ങനെ ഓരോ മേക്കപ്പ് ലുക്സും അല്ലെങ്കിൽ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഇങ്ങനെ ഓവറായിട്ട് എന്ത് ഇട്ടിട്ടുണ്ടെന്നൊന്നും തോന്നില്ല. പക്ക നാച്ചുറൽ ഫിനിഷ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ സ്കിൻ ടോൺ ആണ്, ഈവൻ എൻ്റെ സ്കിൻ ടൈപ്പ് ആണെങ്കിലും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലൊരു ഫൗണ്ടേഷനാണ്. പിന്നെ അടുത്തത് കൺസീലർ. ഇതെൻ്റെ മൂന്നാമത്തെയാണ് കേട്ടോ ഈ കൺസീലർ. വേറെ കൺസീലർ റിവ്യൂ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കൺസീലറാണ് മെബ്ലിൻ്റെ ഏജ് റിവൈൻ കൺസീലർ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് കാരമൽ ആണ് കേട്ടോ. ഇതും അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഇതുണ്ടെങ്കിൽ ഒരു പാക്ക് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം ഇത് നിൽക്കും കേട്ടോ. എല്ലാവർക്കും അറിയാം, ഞാൻ പല മേക്കപ്പ് ലുക്സിലും കാര്യങ്ങളിലും എല്ലാത്തിലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ അത്. അതേപോലെ തന്നെ മെബലിൻ്റെ ഫിറ്റ്മി കോമ്പാക്ട് പൗഡർ ആണിത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഒറ്റൊരു കുഞ്ഞൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷെയ്ഡ് ഡാർക്കറാണ്. എനിക്ക് ഈ 30 ടോഫിയാണ് കേട്ടോ, പ്രസ് പൗഡർ ആണ് കേട്ടോ അത്. പക്ഷേ എനിക്കത് കുഴപ്പമില്ല. ഡാർക്ക് ആണെങ്കിൽ നമുക്ക് പിന്നെയും കുഴപ്പമില്ല, ലൈറ്റ് ആകുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടാവുക. ഇന്നിപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത്ര അറിയാമില്ല, ആൻഡ് അത് കുഴപ്പമില്ല. എന്തായാലും എൻ്റെ കഴുത്തൊരു ലേശം ഡാർക്കറാണ് എൻ്റെ ഫേസിനെ കാട്ടണം. അപ്പോൾ ഡാർക്ക് കോമ്പാക്ട് പൗഡർ ഇട്ടാലും എനിക്കത് ഒരു കുഴപ്പമായിട്ട് തോന്നില്ല. കഴുത്തും ഫേസും കൂടി അങ്ങനെ മാച്ചായി പോകുന്നേ ഉള്ളൂ. പിന്നെ ഐബ്രോസിന് വേണ്ടിയിട്ട് കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റാണ്. ഇതൊരു 300 റുപ്പീസേ ഉള്ളൂ. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. 2 ഐബ്രോ ഷെയ്ഡ് ഉണ്ട്, ഒരു വാക്സ് ഉണ്ട്, പിന്നെ ഒരു ബ്രഷ് ഉണ്ട്, പിന്നെ ഒരു പ്ലക്കറും ഉണ്ട് കേട്ടോ. അവിടെ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നതാണ്. ഞാൻ അതൊന്നും പ്രത്യേകിച്ച് ഇനി എടുത്ത് അപ്ലൈ ചെയ്ത് കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അടിപൊളി പ്രൊഡക്റ്റാണ്, ഒന്നും പറയാനില്ല. കണ്ണടച്ച് മേടിക്കാവുന്നതാണ് കേട്ടോ. ഇത് എല്ലാവർക്കും കണ്ണടച്ച് മേടിക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കിൻ ടൈപ്പോ സ്കിൻ കളറോ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് വർക്കൗട്ട് ആവുന്നതാണ്. പിന്നെ ലാസ്റ്റ് 2 ഐ ഷാഡോ പാലറ്റ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും എടുത്തു പറഞ്ഞിട്ടുള്ളത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആണ്. പല വീഡിയോസിൽ ഉപയോഗിച്ചിട്ടുള്ളത് ബ്രൈഡൽ സീരീസിൽ ഒരു ബ്രൈഡൽ മേക്കപ്പ് ലുക്കിനും ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു 500 റുപ്പീസാണ് കേട്ടോ ഇതിന്. ഇതിൽ അത്യാവശ്യം നല്ല അടിപൊളി വെയറബിൾ ഷെയ്ഡ്സ് ഉണ്ട്. അത് മാത്രമല്ല ഒരു മാറ്റ് ലുക്കും അതേപോലെ തന്നെ ഷിമ്മറി ലുക്കും രണ്ടിൻ്റെ ഒരു മിക്സ് ആണ് കേട്ടോ. ഗ്ലിറ്റർ ഇല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ യൂഷ്വലി അങ്ങനെ ഗ്ലിറ്റർ ലുക്സ് ഒന്നും എടുക്കാറില്ലല്ലോ. ഭയങ്കര അടിപൊളിയാണ്. ഈ ഒരു പാലറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട. എനിക്ക് ആകെ ഒരു കുറവ് തോന്നുന്നത് ഒരു പക്ക ഒരു ബ്രൗൺ ഷെയ്ഡ് ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇല്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒന്നുണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു. പക്ഷെ ആസ് എൻ ഐ ഷാഡോ ഭയങ്കര അടിപൊളിയാണ്. ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ നല്ല അടിപൊളിയാണ്. പിന്നെ അത് മാത്രമല്ല നന്നായിട്ട് ഇത് ബ്ലെൻഡ് ആവും എന്നുള്ളതാണ്.
പിന്നെ വിലയും കുറവാണ്. ഇത് എന്തായാലും നിങ്ങൾ മേടിച്ചോളൂ. ഒരു ഐ ഷാഡോ മേടിക്കണം എന്ന് ഉദ്ദേശിക്കുകയാണ്, ഒറ്റ ഒരെണ്ണം മേടിച്ചില്ല, ആദ്യമായിട്ട് എനിക്കൊരു ഐ ഷാഡോ മേടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ വെറ്റ് n വൈൽഡിന്റെ ഈ റോസ് ഇൻ ദി എയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഐ ഷാഡോ എന്തായാലും മേടിക്കണം. പിന്നെ അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാലറ്റാണ്. ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വേണ്ടി വരില്ല, പക്ഷെ നിങ്ങളൊരു മേക്കപ്പ് ലവറാണ്, അത്യാവശ്യം മേക്കപ്പ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഡിഫറെൻറ്റ് ലുക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ ആണെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നവർ, ടിക്ടോക്കിൽ അങ്ങനത്തെ ഒരുപാട് കുട്ടികളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണിത്, ഈ പാലറ്റ്. ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ എന്താണ് 36 പ്രൊഫഷണൽ ഐ ഷാഡോസ് ആണ്. ഒന്ന് നോക്കി നോക്കൂ, എന്ത് രസമല്ല കാണാനായിട്ട്. ഇതിൻ്റെ ഷെയ്ഡ്സ്, ഇത് മാറ്റ് ഉണ്ട്, ഷിമ്മറി ഉണ്ട്, ഗ്ലിറ്റർ ഷെയ്ഡ്സും ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു പാലറ്റാണ്. ഇതിൽ ഷെയ്ഡ്സ് ഭയങ്കര കിട്ടില്ല, കണ്ടോ? ഈ യെല്ലോ, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഹബ്ബീസ് ഫേവ് എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലത്തെ ഈ ഒരു ഫ്യൂഷ്യ പിങ്ക് അങ്ങനത്തെ ഷെയ്ഡ്സ് ഒന്നും നമുക്ക് നോർമൽ ഒരു പാലറ്റിൽ അങ്ങനെ കാണില്ല. ഇതൊരു 1000 സംതിങ് റുപ്പീസാണ്, പക്ഷേ ഐ വുഡ് സേ വർത്ത് ആണ്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും മേക്കപ്പിനോട് താല്പര്യം ഉണ്ടെങ്കിൽ, ഡിഫറെൻറ്റ് ലുക്സ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഗോ ഫോർ ദിസ്. പിന്നെ ഈ ഒരു ഐ ഷാഡോ മേടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പയറി കഴിയണ വരെ നമുക്കിത് ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു 3 വർഷം 4 വർഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 1000-1200 രൂപയ്ക്ക് മേടിച്ച് കഴിഞ്ഞാൽ 3 വർഷം 4 വർഷത്തേക്ക് വേറൊരു ഐ ഷാഡോ പാലറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതെനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് കണ്ടോ ഉണ്ട്, ഒരു ബ്ലാക്ക് ഷെയ്ഡും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അത്യാവശ്യം കോൺടോറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എല്ലാത്തിനും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ബ്രൈഡൽ സീരീസിലല്ല, ഈ അടുത്ത് പൂർണിമ ഇന്ദ്രജിത്ത് ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്തപ്പോൾ ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. എപ്പോഴും താങ്ക് യു സോ മച്ച് ബേബി, മറന്നുപോയി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡിയോഡ്രൻ്റ് ആണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഡിയോ ആണ്. ഇത് കടയിൽ നിന്ന് ഈസിലി മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതിനൊരു എന്താ പറയുക, ഭയങ്കര മൈൽഡ് സ്മെൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അങ്ങനെ ഹാർഷൊന്നും പറയാൻ പറ്റില്ല. തലവേദന എടുക്കുന്ന മണമല്ല, നല്ലൊരു റോസി ഒരു ഫ്ലോറൽ സ്മെല്ലാണ്. ഈ മണമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്യാസ് ഫ്രീ ആണ്. മറ്റേ ഡിയോയിന് അടിക്കുമ്പോൾ കൂടുതലും ശബ്ദമായിരിക്കും കൂടുതൽ വരിക, പക്ഷെ ഇതിനങ്ങനെ കുഴപ്പമില്ല കേട്ടോ, നല്ല മണമുണ്ട്. ഒരു തവണ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്താൽ നന്നായിട്ട് ആവും. ഇത് ഡിയോ ആണ്, അപ്പോൾ നമ്മൾ സ്കിന്നിലേക്കാണ് അടിക്കേണ്ടത്. ഞാൻ റെഗുലറായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല ഡിയോ, പിന്നെ പുറത്തേക്ക് പോകുമ്പോഴല്ലേ വേണ്ടു. ഞാനപ്പോൾ ഡിയോ ആണെങ്കിലും ചിലപ്പോൾ ഡ്രസ്സിലൊക്കെ അടിക്കാറുണ്ട്, അങ്ങനെ നോക്കാറൊന്നുമില്ല. നല്ല മണമാണ് കേട്ടോ. ഇതിന് 230 രൂപയാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. എനിക്ക് 101% വർക്കൗട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഇതൊരു സ്പോൺസർ വീഡിയോയോ അതല്ലെങ്കിൽ PR ഒന്നുമല്ല, ജെനുവൻലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് എടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ, ബൈ.